പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഷെൽട്ടർ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുകയാണ്. നമുക്കിന്ന് ഇവിടെ ഫ്ലാഗ് ഉയർത്താനും അതുപോലെ തന്നെ നമുക്ക് റിപ്പബ്ലിക് ഡേ ആശംസ നൽകാനും നമുക്ക് എത്തിച്ചേർന്നത് നമ്മുടെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നമ്മുടെ ഒരു അഭികാംക്ഷിയുമായ സക്കീർ ബാബുവാണ്. ഷെൽട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ്. അതുപോലെ തന്നെ നമ്മളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെയാണ് നമുക്കിന്ന് കിട്ടിയത്. നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിലെ ആശംസ നേരുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് രാജ്യവ്യാപകമായി. നമ്മൾ ഭരണഘടന അനുസൃതമായി രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു പൗരൻ്റെ അവകാശങ്ങളും അതോടൊപ്പം തന്നെ കടമകളുമെല്ലാം എന്താണ് എന്ന് നിർവചിക്കപ്പെട്ടത് റിപ്പബ്ലിക്കായതിനു ശേഷമാണ്. ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയിലുമെല്ലാം നമ്മുടെ ഈ ദിനത്തിന് അതിൻ്റെ ഓർമ്മ പുതുക്കുമ്പം വളരെ പ്രാധാന്യമുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിയിലും അതോടൊപ്പം തന്നെ സന്തോഷത്തിലും സമാധാനത്തിലുമെല്ലാം നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് കടമകളുണ്ട് രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലക്ക്. എൻ്റെ സഹോദരന്മാരോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് മഹത്തായ പാരമ്പര്യവും പൈതൃകവുമൊക്കെയുള്ള മഹത്തായ സംസ്കാരത്തിന് ഉടമയായിട്ടുള്ള രാജ്യമാണ്. രാജ്യത്തിൻ്റെ പൈതൃകവും അതോടൊപ്പം തന്നെ സംസ്കാരങ്ങളുമെല്ലാം അതിൻ്റെ തനിമയോടുകൂടി നിലനിർത്തേണ്ട ബാധ്യത നമുക്ക് ഏവർക്കുമുണ്ട്. രാജ്യത്തെ വർഗീയമായി കീറിമുറിക്കാനും നമ്മുടെയൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സുകളിൽ വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയൊക്കെ വെറുപ്പിൻ്റെയൊക്കെ മതിലുകൾ കെട്ടി എല്ലാവരെയും വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം അതിൻ്റെ രാജ്യത്തിൻ്റെ ശില്പികൾ എന്താണോ ആഗ്രഹിച്ചത്, ഇന്ത്യയെക്കുറിച്ച് എന്താണ് അവർ സ്വപ്നം കണ്ടത്, ആ സ്വപ്നത്തിലേക്ക് കുതിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കണം. രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സംഗതികളെല്ലാം ഇവിടെ നിലനിൽക്കണം. അതിന് അത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ റിപ്പബ്ലിക് ദിന സുദിനത്തിൽ നിങ്ങളോടെല്ലാവരോടും വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ പതാക ഉയർത്തി ഇതിന് അവസരം തന്ന ഇതിൻ്റെ ഷെൽട്ടറിൻ്റെ പ്രവർത്തകരോട് കടപ്പാട് അറിയിച്ചുകൊണ്ട്, ഷെൽട്ടറിനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുമെല്ലാം വളരെയേറെ നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രശസ്തി ആർജിച്ച ഒരു സന്നദ്ധ സംഘടനയാണ് ഷെൽട്ടർ. സാധാരണക്കാരായ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പാൻ വളരെ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഷെൽട്ടറിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കുള്ള പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്. അൽഹംദുലില്ലാ, ഈ തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്ത സക്കീർ ബാബു അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഇതിൻ്റെ കോർഡിനേറ്റർമാർക്കും സെക്രട്ടറി മറ്റ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.